എന്ന് പറഞ്ഞവർ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പ്രതിഫലത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്, സംസാരിക്കുകയാണ്. ശിഷ്യന്മാര് വന്നിട്ട് പറയുകയാണ്, ഞങ്ങള് എല്ലാം ഉപേക്ഷിച്ച്, ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുന്നു, ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക എന്ന് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ഒരു പ്രതിഫലം ലഭിക്കുക? നിന്റെ പിന്നാലെ ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളുടെ റിലേഷൻ ഞങ്ങൾ ഉപേക്ഷിച്ചു, അതുപോലെ തന്നെ ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വഞ്ചി, വല, എല്ലാ കാര്യവും ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അപ്പൊ ഈശോ പറയുകയാണ്, നിങ്ങൾക്കെല്ലാം ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും, വരാനിരിക്കുന്ന കാലത്തില് നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞവയെ പറ്റി നിങ്ങൾ കൂടുതലായിട്ട് ടെൻഷൻ അടിക്കുന്നു വേണ്ട. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങൾ അത് ഉപേക്ഷിച്ചല്ലോ എന്നോർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. അതിനേക്കാൾ മൂല്യമുള്ള, അതിനേക്കാൾ 100 മടങ്ങ് മൂല്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ലഭിക്കും, അതുപോലെ തന്നെ നിത്യജീവനും ലഭിക്കും. അതുമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മൂല്യമുള്ള നിത്യജീവനും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോയുടെ പിന്നാലെ നമ്മൾ പോകുന്നു, ഒരു വിശ്വാസിയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയെ പ്രതി ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പക്ഷേ നമ്മളിൽ ചിലർക്കെങ്കിലും ഇങ്ങനൊരു ധാരണയുണ്ടാകാം, ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ സുഖിച്ച് നടന്നിരുന്ന മനുഷ്യനാണ്, ഈശോയുടെ പിന്നാലെ വന്നു, കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചു, അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. ഈശോ പറയുകയാണ്, ദൈവത്തെ പ്രതി നീ എന്തെങ്കിലും ഉപേക്ഷിച്ചാൽ, ആരെങ്കിലും ഉപേക്ഷിച്ചാൽ, തീർച്ചയായിട്ടും ദൈവം അതിന് നിനക്ക് പ്രതിഫലം നൽകും. അത് നിനക്ക് വിലമതിക്കാനാവാത്ത ഒരു പ്രതിഫലമായിരിക്കും എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുകയാണ്. സ്നേഹം വളരെ എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ളൊരു പ്രമാണത്തിന്റെ കീഴിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടതല്ല. ഈ ഒരു പ്രമാണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.